ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രീ ഫോൾ. ഒരു ഒബ്ജക്റ്റ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി ആണെങ്കിൽ, അതായത് നമുക്കറിയാം വാട്ട് ഈസ് ജി. ജി ഈസ് ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ. അപ്പോൾ ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ലേ. അതായത് ഒരു ഒബ്ജക്റ്റ് റിലീസ് ഫ്രം റെസ്റ്റ് ആണെങ്കിൽ അതാണ് എന്ത്? ഫ്രീ ഫോൾ അല്ലേ. ഫ്രീ ഫോൾ ആവുന്ന കണ്ടീഷൻ നമുക്ക് വേണമെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ ഹൈറ്റിൽ നിന്ന് റിലീസ് ചെയ്യാം, അല്ലെങ്കിൽ എൻ ഒബ്ജക്റ്റ് ത്രോൺ അപ്വേർഡ് അല്ലേ. മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ സ്പീഡ് കുറഞ്ഞ് മാക്സിമം ഹൈറ്റിൽ 0 ആയതിനു ശേഷം താഴേക്ക് വരുന്ന കേസും ഉണ്ട്. എന്ത് ചെയ്യാൻ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. റെഡി അല്ലേ? അപ്പോൾ ഈ കേസ്, അതായത് എൻ ഒബ്ജക്റ്റ് ത്രോൺ അപ്വേർഡ്, അപ്പോൾ എന്ത് ചെയ്യുക? അതിൻ്റെ സ്പീഡ് ത്രോ ചെയ്യണത് ഒരു ഇനീഷ്യൽ വെലോസിറ്റി ആണെങ്കിൽ ആ സ്പീഡ് കുറഞ്ഞ് മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ എന്താവും മക്കളെ? ആ സ്പീഡ് 0 ആവും. അതുകൊണ്ടാണ് പിന്നീട് അത് എന്ത് ചെയ്യുന്നത്? താഴേക്ക് റിട്രാക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ താഴത്തെ മോഷൻ, ഡിസെൻഡ് മോഷനിൽ സ്പീഡ് എന്ത് ചെയ്യും? ആ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0 ആണെങ്കിൽ പിന്നെ വെലോസിറ്റി കൂടി ആ പോയിന്റ് എത്തുമ്പോൾ സെയിം വെലോസിറ്റി അറ്റൈൻ ചെയ്യും. റെഡി അല്ലേ? അതായത് വെലോസിറ്റി ഡിക്രീസസ് ഓൺ ഗോയിങ് അപ്വേർഡ് ആൻഡ് ഇൻക്രീസസ് കമ്മിങ് ഡൗൺ. അപ്പോൾ ടോപ്പ് മോസ്റ്റ് ഹൈറ്റ് അല്ലെങ്കിൽ മാക്സിമം ഹൈറ്റിൽ എന്തായിരിക്കും വെലോസിറ്റി വിൽ ബി 0. ഈ കണ്ടീഷൻ നമുക്കറിയാം. അപ്പോൾ നമ്മളോട് എക്സാമിന് ചോദിക്കുക ആൻ ഒബ്ജക്റ്റ് ത്രോൺ അപ്വേർഡ് അല്ലെങ്കിൽ ഫ്രീ ഫോളിൽ മാത്രം ചോദിക്കുക. ആ രണ്ട് കേസ് നമുക്ക് എന്ത് ചെയ്യുക? ഗ്രാഫിൽ അനലൈസ് ചെയ്യുക. അപ്പോൾ നോക്കിക്കോ, നമ്മളോട് ചോദിക്കുക ഒന്നെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലെങ്കിൽ സ്പീഡ് ടൈം ഗ്രാഫ്. റെഡി അല്ലേ? എന്തൊക്കെ ഗ്രാഫാടാ നമ്മളോട് ചോദിക്കുക? ഒന്നെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുക സ്പീഡ് ടൈം ഗ്രാഫ്. അപ്പോൾ നമുക്ക് എന്ത് ഡിഫറൻസ് ആണ് ഈ വെലോസിറ്റി ടൈം ഗ്രാഫും സ്പീഡ് ടൈം ഗ്രാഫും ഉണ്ടാവുക നോക്കാം. അപ്പോൾ നോക്കിയേ, ഒരു ഇനീഷ്യൽ വെലോസിറ്റി യുവിൽ നമ്മൾ എന്ത് ചെയ്തു? ഒബ്ജക്റ്റിനെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ പിന്നെ എന്താ ഉണ്ടാവുക? ആ സ്പീഡ് കുറഞ്ഞു അല്ലെങ്കിൽ വെലോസിറ്റി കുറഞ്ഞ് വെലോസിറ്റി എന്താവും? 0 ആവും. പിന്നീട് വെലോസിറ്റി താഴേക്ക് വരുമ്പോൾ എന്താ ചെയ്യുന്നത്? വെലോസിറ്റി വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇനീഷ്യൽ വെലോസിറ്റി പോസിറ്റീവ് മുകളിലേക്കാണെങ്കിൽ താഴേക്ക് എന്താവും? നെഗറ്റീവ് ആവും. അതായത് നെഗറ്റീവ് വെലോസിറ്റി കൂടും അല്ലേ. ഇവിടെ മാക്സിമം ഹൈറ്റ് പോയിന്റ് എത്തുമ്പോൾ വെലോസിറ്റി 0 ആവുന്നുണ്ട് അല്ലേ. അതിനുശേഷം വെലോസിറ്റി കൂടുന്നുണ്ട്, പക്ഷെ അത് ഏത് ആക്സിസിലാണ്? നെഗറ്റീവ് ആക്സിസിലാണ് കൂടുന്നത്. റെഡി? ഇതാണെന്ത്? വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ എൻ ഒബ്ജക്റ്റ് ത്രോൺ അപ്വേർഡ്. ഇനി സ്പീഡ് ടൈം ഗ്രാഫ് ആണെങ്കിലോ ഫസ്റ്റത്തെ ഹാഫ് സെയിം തന്നെ അല്ലേ. സ്പീഡ് കുറഞ്ഞ് 0 ആവുക. റെഡി? ഇനി ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് എന്താ? നെക്സ്റ്റ് പാർട്ട് നോക്കിയാൽ ഞാൻ ഇവിടെ വെച്ച് കമ്പയർ ചെയ്ത് കാണിച്ചത്. നോക്കിയാൽ നെക്സ്റ്റ് പാർട്ട് ഈ ഒരു ഗ്രാഫ് ആണല്ലേ. ഈ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് വെലോസിറ്റി ഇൻക്രീസ് ആവുക അല്ലെ. ഇതെന്താടാ? നെഗറ്റീവ് ഗ്രാഫ് ഇൻക്രീസ് ആവുക. പക്ഷേ സ്പീഡിന്റെ കേസിൽ എന്തില്ല? നെഗറ്റീവ് പാർട്ടില്ല അല്ലെ. എന്താണ്? അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിരുന്നു എന്താ? പോസിറ്റീവ് പാർട്ട്. അപ്പോൾ അത് ഈ ടൈപ്പിലാണ് എന്ത്? ഗ്രാഫ് വരിക. അപ്പോൾ നമ്മളോട് പർട്ടിക്കുലർലി വെറും ഫ്രീ ഫോൾ മാത്രമാണ് ചോദിക്കുന്നതെന്ന് വിചാരിക്കുക. എന്താണ്? ഒബ്ജക്റ്റ് ത്രോൺ അപ്വേർഡ് അല്ല, ഫ്രീ ഫോൾ മാത്രമാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഗ്രാഫ് മതി? അതായത് ഗ്രാഫിന്റെ ഈ പാർട്ട് മാത്രം വരച്ചാൽ മതി അല്ലേ. റെഡി അല്ലേടാ? ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഒബ്ജക്റ്റ് ഈസ് റിലീസ് ഫ്രം റെസ്റ്റ് അല്ലേ. ഇവിടെ അല്ലേ മാക്സിമം ഹൈറ്റിൽ എന്താ? സ്പീഡ് 0 ആവുക. അവിടുന്ന് സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന ഗ്രാഫ് വരച്ചാലും മതി. റെഡി അല്ലേടാ മക്കളെ? ഇനി എന്തൊക്കെ കേസാണ് ഫ്രീ ഫോളിൽ ഉണ്ടാവുക? ടൈം ഓഫ് അസെൻഡ്, ടൈം ഓഫ് ഡിസെൻഡ് നോക്കാം. ഇനി ഒരു കൺവെൻഷൻ ഉണ്ട്. എന്താണ് കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിച്ചോ മക്കളെ. അതായത് ഇനീഷ്യൽ വെലോസിറ്റി എങ്ങോട്ടാണോ ആ വെലോസിറ്റിയുടെ ഡയറക്ഷൻ അല്ലെങ്കിൽ അവിടെയാണ് നമ്മൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി ഇനീഷ്യൽ വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ഒക്കെ, ഇനീഷ്യൽ വെലോസിറ്റിക്ക് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കും. ഇനീഷ്യൽ വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്തെടുക്കും? നെഗറ്റീവ് ആയിട്ട് എടുക്കും. റെഡി അല്ലേ? അതായത് ഇനീഷ്യൽ വെലോസിറ്റി പോസിറ്റീവ് ആക്കി അതിനോട് സെയിം ഡയറക്ഷനിൽ വരുന്നത് പോസിറ്റീവും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നത് നെഗറ്റീവ് ആയിട്ട് എടുക്കും. നോക്കാം എന്താ കണ്ടീഷൻ നോക്കാം. ഒന്ന് ടൈം ഓഫ് അസെൻഡ്. എന്താ ടൈം ഓഫ് അസെൻഡ്? അതായത് ഒരു ഒബ്ജക്റ്റിനെ ഇനീഷ്യൽ വെലോസിറ്റി യുവിൽ പ്രൊജക്ട് ചെയ്താൽ ടോപ്പ് മോസ്റ്റ് ഹൈറ്റ് എത്തുമ്പോൾ നമുക്ക് അറിയാം എന്താ? വെലോസിറ്റി 0 ആവും. അറിയാവുന്ന കേസാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ടൈം ഓഫ് അസെൻഡ്? മുകളിലേക്ക് പോകാൻ എടുക്കുന്ന ടൈം എന്താണ് നോക്കാം നമുക്ക്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു വി ഈസ് ഈക്വൽ ടു യു പ്ലസ് 80 അല്ലേ മക്കളെ. എന്താ വെലോസിറ്റി? എന്താ? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് 80. നോക്കിയേ, ഇനീഷ്യൽ വെലോസിറ്റി യു മുകളിലേക്കാണ്. അപ്പോൾ മുകളിലത്തെ ഡയറക്ഷനാണ് പോസിറ്റീവ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി താഴോട്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ജി ഇവിടെ എന്തായിട്ട് എടുക്കണം? നെഗറ്റീവ് ആയിട്ട് എടുക്കണം. റെഡി അല്ലേ മക്കളെ? ആ സൈൻ കൺവെൻഷൻ മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞോ, ഫൈനൽ വെലോസിറ്റി 0 ആണ്. 0 ഈസ് ഈക്വൽ ടു യു പ്ലസ് മൈനസ് ജി ഇൻറ്റു ടി. അപ്പം മൈനസ് ജി ടി പുറത്ത് എടുത്താൽ എന്തായി? ജി ടി ഈസ് ഈക്വൽ ടു യു. അങ്ങനെയെങ്കിൽ ടി ടൈം ഓഫ് അസെൻഡ് എന്ന് കാണിക്കാൻ എ എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് യു ബൈ ജി. സിമ്പിൾ അല്ലടാ? ഇതെന്താ സൈൻ കൺവെൻഷൻ? എന്താ? ഇനീഷ്യൽ വെലോസിറ്റി എങ്ങോട്ടാണോ ആ ഡയറക്ഷൻ പോസിറ്റീവും ഓപ്പോസിറ്റ് എന്താണ്? നെഗറ്റീവ്. ഈ നെക്സ്റ്റ്
നോക്കിയേ, നെക്സ്റ്റ് കണ്ടീഷൻ നോക്കിയേ, ടൈം ഓഫ് ഡിസെൻഡ്. എന്താണ് ടൈം ഓഫ് ഡിസെൻഡ്? ഇപ്പോൾ ടൈം ഓഫ് ഡിസെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്ജക്റ്റ് ഈസ് റിലീസ്ഡ് ഫ്രം റെസ്റ്റ് അല്ലെ, ഒബ്ജക്റ്റ് ഈസ് റിലീസ്ഡ് ഫ്രം റെസ്റ്റ്, താഴെ എത്തുമ്പോൾ ഒരു v വെലോസിറ്റി ഉണ്ടാവും. ഇവിടെ നോക്കിയേ, ഇനീഷ്യൽ വെലോസിറ്റി ഇല്ല, അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി പ്രൊജക്റ്റഡ് ഡൗൺവേർഡ്. അങ്ങനെയാണെങ്കിൽ ഡൗൺവേർഡ് പോസിറ്റീവ്, അങ്ങനെ ജിയും പോസിറ്റീവ് അല്ലേ മക്കളെ, കാരണം താഴോട്ടല്ലേ, സൈൻ കൺവെൻഷൻ മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞോ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നല്ലടാ, വി ഈസ് ഈക്വൽ ടു യുവിൻ്റെ വാല്യൂ എത്ര? 0 പ്ലസ് ജി ടി, ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ടി, ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു ജിന് ഇപ്പുറത്ത് കൊടുക്കുന്ന എന്ത് കിട്ടും? ദാറ്റ് ഈസ് വി ബൈ ജി. അപ്പോൾ ടൈം ഓഫ് ഡിസെൻഡ് ആണെന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തത്? ദാറ്റ് ഈസ് ടി ഡി ഈസ് ഈക്വൽ ടു വി ബൈ ജി. ടൈം ഓഫ് ഡിസെൻഡ് എന്ന് പറഞ്ഞാൽ വി ബൈ ജി. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ? അതായത് ഇനീഷ്യലി പ്രൊജക്റ്റ് ചെയ്ത എന്തൊരു വെലോസിറ്റി യു ആണോ അതിനോട് മാഗ്നിറ്റ്യൂഡ് വൈസ് സെയിം ആണ് എന്ത്? വി. പക്ഷെ ഡിറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അതായത് വെൻ വി ആർ ചെക്കിംഗ് ദ മാഗ്നിറ്റ്യൂഡ് വി നോ ടൈം ഓഫ് അസെൻഡ് ഈസ് മാഗ്നിറ്റ്യൂഡ് വൈസ് ഈക്വൽ ടു ടൈം ഓഫ് ഡിസെൻഡ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി നോക്കിയേ, ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് മാക്സിമം ഹൈറ്റ് ആണ് അല്ലേ? മാക്സിമം ഹൈറ്റ് അല്ലെങ്കിൽ എച്ച് മാക്സ്, അതായത് ഒരു ഒബ്ജക്റ്റ് മുകളിലേക്ക് എറിഞ്ഞാൽ മാക്സിമം ഹൈറ്റ് എത്ര കിട്ടും എന്നുള്ള കാര്യം. റെഡി? സിമ്പിൾ അല്ലേ മക്കളെ? നമുക്ക് നോക്കാം. ജസ്റ്റ് നമുക്ക് ഒരു ഇക്വേഷൻ എഴുതാം. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു എസ്. എന്താണ് ഇക്വേഷൻ? എന്താ? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു എസ്. റെഡി അല്ലേ? അപ്പോൾ ഈ കേസ് എന്താ മക്കളെ? ഈ കേസ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വിത്ത് വെലോസിറ്റി യു അല്ലെ, വിത്ത് വെലോസിറ്റി യു. അങ്ങനെയാണെങ്കിൽ ഫൈനലി ഇതിന്റെ വെലോസിറ്റി എന്താവും? 0 ആവും. ഇതിന്റെ ഹൈറ്റ് എന്താ മക്കളെ? അതാണ് ഹൈറ്റ് മാക്സിമം, അതാണ് നമ്മൾ കണ്ടെത്താൻ പോണത്. റെഡി അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 അല്ലേ, 0 സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ്, അപ്പോൾ നമുക്ക് മനസ്സിലായി ഇനീഷ്യൽ വെലോസിറ്റി മുകളിലേക്ക് പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ജി താഴേക്ക് എന്തായാലും നെഗറ്റീവ് ആവും. അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു മൈനസ് ജി ഇൻറ്റു എച്ച് മാക്സ്. എന്താണ് എച്ച് മാക്സ്? ഹൈറ്റ് മാക്സിമം അല്ലേ? അതായത് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതായത് ഈ സൈഡിനെ മൊത്തം ഇപ്പുറത്തോട്ട് പ്ലേസ് ചെയ്താൽ നമുക്ക് എഴുതാം ദാറ്റ് ഈസ് 2g എച്ച് എം ഈസ് ഈക്വൽ ടു യു സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് മാക്സിമത്തിന്റെ ഇക്വേഷൻ എന്താ? ദാറ്റ് ഈസ് യു സ്ക്വയർ ബൈ 2g. എന്താടാ ഇക്വേഷൻ? എന്താണ്? യു സ്ക്വയർ ബൈ 2g. റെഡി അല്ലേ മക്കളെ? റെഡി അല്ലേടാ മക്കളെ? ഇനി നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് രണ്ട് കേസാണ്. അതായത് ഫ്രീ ഫോളിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്താണെന്നാ ചോദ്യം. എന്താണ് ഫ്രീ ഫോളിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ്? അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും എന്താ പൊസിഷൻ ടൈം ഗ്രാഫിൽ എങ്ങനെയാണ് നമുക്ക് യൂണിഫോംലി ആക്സലറേഷൻ നമ്മൾ ഡിറ്റർമൈൻ ചെയ്തത്. നമ്മൾ ഗ്രാഫ് ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇങ്ങനെ വരച്ചത് എന്താ? ദിസ് ഈസ് പോസിറ്റീവ് ആക്സിലറേഷൻ. എന്താണ് മക്കളെ? പോസിറ്റീവ് ആക്സിലറേഷൻ അല്ലേ? അതായത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഫ്രീ ഫോളിന് വരക്കുമ്പോൾ ദിസ് ഈസ് പോസിറ്റീവ് ആക്സിലറേഷൻ. ആക്ച്വലി എന്താണ് ഇവിടെ? എന്താണ് നമുക്ക് വരുന്നത്? നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് അല്ലേ? നമുക്ക് എന്താ വരുന്നത്? നെഗറ്റീവ് ആക്സിലറേഷൻ. സോ ദിസ് ഗ്രാഫ് വിൽ ബി എങ്ങനെയാടാ? ഇറ്റ് വിൽ ബി നെഗറ്റീവ് ഗ്രാഫ്. എന്താണ്? ഫ്രീ ഫോളിന് എന്ത് ഗ്രാഫ് ആയിരിക്കും? നെഗറ്റീവ് ഗ്രാഫ് ആയിരിക്കും. ഇനി നമ്മൾ ചോദിക്കട്ടെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഫ്രീ ഫോളിന്റെ കേസിൽ തന്നെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്തായിരിക്കും? എന്താണ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്? ഇവിടെ എന്താണ്? കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ്. അത് ഏത് ആക്സിലറേഷൻ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി. അങ്ങനെയാണെങ്കിൽ ജി എന്ന വാല്യൂ -9.8 ആണെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചാൽ പോലെ മക്കളെ. ദാറ്റ് ഈസ് ഗ്രാഫ് പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറയുന്നു. റെഡി? ഇനി നമുക്ക് ലാസ്റ്റ് ടോപ്പിക്ക് രണ്ടെണ്ണം പറയാനുള്ളത്. ഒന്ന് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസും റിയാക്ഷൻ ടൈമും. എന്താ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്? നോക്കിയ മക്കളെ, ഇവിടെ ഒരു കാറാണെന്ന് അസ്യൂം ചെയ്യുക. ഈ കാർ എന്ത് ചെയ്യാണ്? ഒരു ഒബ്ജക്റ്റിനെ പെട്ടെന്ന് കണ്ടപ്പോൾ ബ്രേക്ക് ചവിട്ടി അല്ലേ? ഇവിടെ ഒരു യു എന്ന് പറഞ്ഞൊരു വെലോസിറ്റി ഉണ്ടായിരുന്നു, വി എന്ന് പറഞ്ഞ വെലോസിറ്റി നിൽക്കും, പക്ഷെ അതിന് മുമ്പ് മൈനസ് എ എന്ന് പറഞ്ഞ റിട്ടാർഡേഷൻ, ഒരു ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര ദൂരം സഞ്ചരിച്ചു? അതാണ് എന്ത്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഏത് ഇക്വേഷൻ മക്കൾ എടുക്കുക? സിമ്പിൾ അല്ലടാ? അതായത് സിമ്പിൾ ഇക്വേഷൻ, അതായത് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു എസ്. വി സ്ക്വയർ എത്രയടാ? വി 0 അല്ലേ? അങ്ങനെയാണെങ്കിൽ 0 ഇസ് ഈക്വൽ ടു യു സ്ക്വയർ എത്ര മക്കളെ? സിമ്പിളായിട്ട് പറഞ്ഞൂടെ? അതായത് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മൈനസ് എ ഇൻറ്റു സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എസ് ഡി. അങ്ങനെയാണെങ്കിൽ ഈ ടേം മൊത്തം ഇപ്പുറത്ത് കൊടുത്താൽ എന്ത് കിട്ടും? 2a ഇൻറ്റു എസ് ഡി ഇസ് ഈക്വൽ ടു യു സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ വരിക മക്കളെ? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2a. എന്താണ് ഇക്വേഷൻ? എന്താടാ? യു സ്ക്വയർ ബൈ 2a. സിമ്പിൾ അല്ലടാ ഇക്വേഷൻ? അതായത് ഡിറൈവ് ചെയ്ത് എടുക്കണ കേസ്.
റെഡി അല്ലേ? ഇനി നമുക്ക് ലാസ്റ്റ് വരുന്നതാണ് റിയാക്ഷൻ ടൈം. എന്താണ് മക്കളെ? റിയാക്ഷൻ ടൈം. റെഡി അല്ലേ? അപ്പോൾ എങ്ങനെയാണ് റിയാക്ഷൻ ടൈം കണ്ടെത്തുക? റിയാക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു ഒബ്ജക്റ്റിനെ ഇവിടുന്ന് റിലീസ് ചെയ്ത് വിത്ത് എ വെലോസിറ്റി u is equal to 0. ഇനി ഇവിടെ എത്തുമ്പോൾ v ആവും. സോ ഇവിടെ ടൈം, അതായത് നമ്മൾ ഈ പോയിന്റ് കണ്ടു, ദ ടൈം ടേക്കൺ ടു സീ, ടു ആക്ട്, ടു തിങ്ക് ആൻഡ് റെസ്പോണ്ട്, അതിനെയാണ് എന്ന് പറയാം റിയാക്ഷൻ ടൈം എന്ന് പറയാം. റെഡി അല്ലേ? സോ റിയാക്ഷൻ ടൈം എങ്ങനെ കണ്ടുപിടിക്കുക? ദാറ്റ് ഈസ് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എന്താണ് ഈ ഹൈറ്റിന് എച്ച് എന്ന് പറയുകയാണെങ്കിൽ യു 0 അല്ലേ? അപ്പോൾ ഇത് ടേം ക്യാൻസലായി. സോ എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു യു താഴോട്ടാണ്, സോ താഴോട്ടാണ് പോസിറ്റീവ്, ജിയും താഴോട്ടാണ്, സോ ജിയും എന്താണ് പോസിറ്റീവ്. That is half into gt square. ഇതല്ലേ ടൈം, ഇതല്ലേ റിയാക്ഷൻ ടൈം. അങ്ങനെയാണെങ്കിൽ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു പറഞ്ഞോ, ഈ 2 മുകളിലേക്ക് പോവും, ജി താഴോട്ട് വരും. ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ മക്കളെ? 2h/g. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈം അല്ലേ വേണ്ടത്? ആ ടൈം പറഞ്ഞോ, ടൈം ഈസ് ഈക്വൽ ടു √2h/g. അപ്പോൾ സിമ്പിൾ അല്ലേ മക്കളെ? ഇതാണ് റിയാക്ഷൻ ടൈം ടി ആർ എന്ന് പറയുന്നത്. റെഡി അല്ലേ?